ഹലോ ഗായ്സ്, ഞാൻ ജിജോ. എൻ്റെ പുതിയ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ജിജോ മോൻ വ്ളോഗ്സ് എന്നാണ് ചാനലിൻ്റെ പേര്. നമ്മുടെ ഒരു ലൈഫ് വ്ളോഗ്സിൻ്റെ ഒരു ചാനലാണ്. നമ്മുടെ ജീവിതം, ഡെയിലി ലിവിങ് കാര്യങ്ങൾ, അതൊക്കെ നിങ്ങൾക്കായി ഞാൻ കൊണ്ടുവരുന്നു. നമ്മുടെ ലൈഫും നമ്മുടെ ഫാമിലിയും ഫ്രണ്ട്സും എല്ലാവരും കൂടിയിട്ടുള്ള ഒരു വ്ളോഗ്സിൻ്റെ ഒരു സംഭവമാണ്. എനിക്ക് വേറൊരു യൂട്യൂബ് ചാനലുണ്ട്, ഇന്ത്യൻ ഹസിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലുണ്ട്. പക്ഷേ ആ ചാനലിൽ ഇംഗ്ലീഷാണ് ഞാൻ കൂടുതലും സംസാരിക്കുന്നത്. പക്ഷേ ഇത് മലയാളത്തിൽ തന്നെ ഞാനൊരു ചെറിയൊരു ചാനൽ ചെയ്യണം എന്നുള്ള എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ മലയാളത്തിൽ നമ്മുടെ നാട്ടിലെ കാര്യങ്ങളും ഇവിടുത്തെ കാര്യങ്ങളും അമേരിക്കയിലുള്ള മലയാളികളായിട്ടുള്ള ഡീലിങ്സും കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ പോകുന്നത്. നമ്മളിപ്പോൾ വന്നിറക്കുന്നത് ഒരു ഫുഡ് കഴിക്കാനുള്ളതാണ്. ആദ്യമേ അതിലോട്ട് അങ്ങ് തുടങ്ങാം. ഫസ്റ്റ് വീഡിയോ തന്നെ ഫുഡിൽ നിന്ന് തന്നെ അങ്ങ് തുടങ്ങാം. സോ ഇതാണ് നമ്മളിപ്പോൾ വന്നിറക്കുന്ന സ്ഥലം. ഗോൾഡൻ ആപ്പിൾ ബഫേ എന്ന് പറഞ്ഞൊരു സംഭവത്താണ് ഇവിടെയാണ് വന്നിറക്കുന്നത്. സോ നമുക്ക് ഇവിടെ ഒന്ന് പോയി ഫുഡ് കഴിക്കാം. എൻ്റെ ഒരു കൂട്ടുകാരനെ ഓൾറെഡി വന്ന് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ പേര് റോഡ്നി എന്നാണ്. സോ റോഡ്നി, താങ്ക് യു. സോ റോഡ്നി ഇവിടെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ അതെ, റോഡ്നി ആണെങ്കിൽ റോഡ്നി നമ്മുടെ കൂട്ടുകാരൻ റോഡ്നി ഉണ്ട്. ബ്രോ, ഓക്കെ, ജിജോ മോൻ വ്ളോഗ്സിലോട്ട് സ്വാഗതം. റോഡ്നി, നീ നമ്മുടെ ഫസ്റ്റ് വ്ളോഗിലോട്ട് ആണ് വന്നിറക്കുന്നത്. സോ ഈ കട പറ്റി ഒരു പ്രത്യേകത ഉണ്ടല്ലേ, കുറച്ചും ക്ലീനാണ്, നല്ലൊരു സംഭവമാണ്. ഇവിടെ ഒരു ബഫയാണ്, ചൈനീസ് ബഫയാണ്. ഇവിടെ സകല സാധനമുള്ളത്. നമുക്ക് മെയിൻ കോഴ്സിലോട്ട് ഇങ്ങനെ പോയി ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് എടുത്തിട്ട് പോവാം അല്ലേ. ഇതാണ് നമ്മുടെ ഗ്രീറ്റ്. ഹായ്, ഹൗ ആർ യു? താങ്ക് യു. Jijo Mon Vlogs. അത് പോട്ടെ. ഓക്കെ, അപ്പോൾ ഇവിടെ ഉള്ളൊരു പ്രധാന ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ സാധാരണ ഈ ഹിബാച്ചി ഗ്രില്ലുണ്ടായിരിക്കും. കണ്ടോ, അവരിങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ മുറിച്ച് ചെയ്തിട്ട് ഹിബാച്ചി പോലെ അവർ ഗ്രില്ലിലിടും. പക്ഷേ ഇവിടുത്തെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇവിടെ നൂഡിൽസ് ഉണ്ട്. അത് വിയറ്റ്നാമികളുടെയും തായ്ലാൻഡിലൊക്കെയുള്ള ഒരു സംഭവമാണ് അല്ലേ. അപ്പം അവിടെ സൂപ്പ് പോലത്തെ നൂഡിൽസ് ഒക്കെ എടുത്തിട്ട് ഇത് അവർക്കൊരു പ്ലേറ്റിനകത്ത് എടുത്ത് കൊടുത്താൽ മതി. ഇത് നമ്മളിങ്ങനെ ഒരു പ്ലേറ്റ്, താഴത്തെ പ്ലേറ്റ് എടുത്തിട്ട് ഇവിടെ വെച്ചിട്ട് നൂഡിൽസ് എല്ലാ സാധനം ഇട്ടിട്ട് അവർക്ക് കൊടുക്കും. ഇത് ബീഫ് ടെൻഡൻ. ഇതൊരെണ്ണം നോക്കണം. ഉഡോൺ നൂഡില്, മീറ്റ് ബോള്, അതുപോലെ ബീഫ് ട്രൈപ്പ്, നമ്മുടെ ബോട്ടി, നാട്ടിലെ ബോട്ടി ഉണ്ടല്ലോ, ബീഫ് ട്രൈപ്പ്. ഇത് ബീഫ് ബ്രിസ്ക്കറ്റ്. ഈ സാധനമൊക്കെ നമുക്ക് ഇട്ടിട്ട് അമ്മ നമുക്ക് ബോളിൽ ഇട്ടിട്ട് നല്ല അടിപൊളി ഇത് ആക്കി തരും. ഓക്കെ, അപ്പൊ നമ്മള് പ്ലേറ്റ് എടുക്കാൻ പോവാണ്. പ്ലേറ്റ് എടുത്ത് ഞാനോട് എടുക്കാം. നമുക്ക് നൂഡിൽസ് എടുക്കാം. അതാണ് ഫോൺ നൂഡിൽസ്. വളരെ നനുത്ത നൂഡിലാണ്. ഇത് വലിയ കുഴപ്പമില്ല സംഭവം. അങ്ങനെ അങ്ങ് എടുക്കുക. കുറച്ചങ്ങ് എടുത്താൽ അങ്ങനെ. ബാക്കിയുള്ള നീ നമ്മുടെ കൂട്ടുകാരൻ റോഡ്നി ഇപ്പോൾ വർക്കൗട്ട് ഒക്കെ കഴിഞ്ഞ് വന്നോളൂ. ഓക്കെ, താങ്ക് യു. അത് വേണമെന്നില്ല. ഇനി അടുത്ത ബീഫ് ടെൻഡൻ വേണോ? ബീഫ് ടെൻഡൻ ചെറിയൊരു കിളുന്ത് പോലെയാണ്. അയ്യോ, അതേ പോയി. അതന്നെ. മീറ്റ് ബോള്, ബോട്ടി അത് വേണ്ട. നമുക്ക് ഈ സാധനമാണ് വേണ്ടത്. ഇവനാണ് സാധനം. ഇത് ബീഫാണ്. പക്ഷെ ബീഫ് ഇങ്ങനെ സ്ലൈസ് ചെയ്തിട്ടുള്ള ബീഫ് ബ്രിസ്ക്കറ്റ്. ഇത് വരുന്നില്ല. ഒന്ന് വേണമെങ്കിൽ 2 പീസോട് എടുക്കാം. റോഡ്നി എടുക്കട്ടെ? റോഡങ്ങ് എടുക്കാല്ലേ, പിന്നല്ലേ. റോഡ്നി വർക്കൗട്ടിന് വേണ്ടി വേണ്ട ഇരുന്നോട്ടെ. അത് മതി. പിന്നെ ഷ്രിമ്പ് ഉണ്ട്. അപ്പുറത്ത് വേറെ ബീഫും ഉണ്ട്, കുക്ക്ഡ് ബീഫും ഉണ്ട്. റോ ബീഫും ബ്രിസ്ക്കറ്റും. ശരിയാ, എടുക്കട്ടെ? അതെ, അടിപൊളി. പിന്നെ ഇതൊക്കെ നമുക്ക് ലാസ്റ്റ് നമ്മൾ ഇടുന്ന. ഇത് നമുക്ക് അലർജിയാണ്. പക്ഷെ ഇല്ല, നിനക്കൊരു അലർജി ഇല്ല. നിനക്ക് കിട്ടിയില്ലെങ്കിലുള്ള അലർജി. ഓക്കെ, അപ്പൊ ഇങ്ങനെ ബാക്കിയുള്ള സാധനങ്ങൾ നമുക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഇടാം. ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. നമുക്കിവിടെ സാധനം ഇവിടെ കൊണ്ടുവയ്ക്കാം.
എവിടെ വേണം കഴിച്ചാൽ മതി. So now ഇതിങ്ങനെ അവരിതിനകത്തോട്ട് അവരിങ്ങനെ സാധനം അതിനകത്തോട്ട് അങ്ങ് ഇട്ടിട്ട് ഓക്കെ. നമ്മളത് മിസ്സായിപ്പോയി, കുഴപ്പമില്ല, അടുത്തൊരു കാണിക്കും. നല്ല തണുച്ചോളത്തിലോട്ടല്ലേ പോകുന്നത്. ആണോ, സൂപ്പർ. ആ കണ്ട കണ്ട സ്പൈസ് ഇതാണ് സാധനം. അടിപൊളി. റോണിയുടെ സാധനമാണ്. ഷ്രിമ്പ് എല്ലാം കൂടിയിട്ടുള്ള ഒരു സ്പൂണ് കിട്ടും, അതുപോലെ ഈ സാധനം കിട്ടും. ആ ഇരിക്കട്ടെ, കുഴപ്പമില്ല. ബേസൽ ലീവ്സ്, ജലപ്പീനോ എരിവുള്ള സാധനം, മുളകാണ്. പിന്നെ ഓണിയൻസ് ഡൈസ്ഡ്. ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല, ഇവരെല്ലാവരും ചെയ്ത് തന്നേർക്കാണ്. പിന്നെ അത് ഓണിയന്റെ ഇല, ഉള്ളിയില, പിന്നെ ഒരു നാരങ്ങ അതിന്റെ പുറത്തങ്ങ് കേട്ടോ. പിന്നെ ഈ സാധനം എന്താണെന്നറിയോ, ഇത് സ്പ്രൗട്ട്, ബീൻസ് സ്പ്രൗട്ട് ചെയ്യുന്നത്. ഓ ഗ്രാസിയസ് സെഞ്ഞോർ. ഓക്കെ, നമ്മൾ പറഞ്ഞത് ഗ്രാസിയസ് എന്നാണ്, താങ്ക് യു എന്നാണ് എന്ന് പറഞ്ഞത്. ഓക്കെ, നമ്മൾ ഈ സാധനം ഇടാൻ പോവാണ്. കുറച്ച് ഇരിക്കട്ടെ, ഏതായാലും ചിലവ്. അങ്ങനെ ഇതാണ് സാധനം. അതിതും നമുക്ക് ആദ്യം ഇത് പോയി അടിക്കാം. ഒന്നും കിട്ടും. നല്ല ചൂടാണ് എൻ്റെ പൊന്നെ. എങ്ങനെയാണ് അതിരിക്കണോ? ഗൈസ്, നമ്മളിവിടെ ഫുഡ് അടിക്കാൻ പോവാണ്. ഇതാണ് നമ്മുടെ ഫാസ്റ്റ് സൂപ്പ്. റോഡ്നി ഇവിടെ ഉണ്ട്. സോ റോഡ്നി, എന്ത് പറയുക, നമുക്ക് നോക്കാം. അല്ല, നല്ല വെന്ത് നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല അടിപൊളി സൂപ്പാണ്. എല്ലാ ഇതും അങ്ങ് മിക്സ് ആവും. ഇപ്പോൾ ഞാൻ നൂഡിൽസ് ഇട്ടു, റോഡ്നി നൂഡിൽസ് ഇട്ടിട്ടില്ല. റോഡ്നി ഇട്ടത് നാരങ്ങയല്ല. എന്നാ ഒരു സോസ് ഉണ്ടായിരുന്നു, ആ സോസ് നമ്മൾ എടുക്കണ്ടായിരുന്നു. പോയിസൺ സോസ് എന്ന് പറഞ്ഞൊരു സാധനം. ഞാൻ ചോപ്സ്റ്റിക്ക് കൊടുത്തിട്ടുണ്ട്, റോഡ്നി ചോപ്സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. ഓക്കെ, അത് കുഴപ്പമില്ല, അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. എന്നാൽ നമുക്ക് നോക്കാം. താങ്ക് യു. ബൈ. ബിസ്ക്കറ്റ് ഗ്യാസ് ബിസ്ക്കറ്റാണോ? സ്പൈസൊക്കെ വരുമ്പോൾ സൂപ്പറായിരിക്കും. കുറച്ച് സ്പൈസി സോസാണ് അതിനകത്ത് അത് ഇട്ടേക്കുന്ന. സംഭവം ഹെൽത്തി അല്ലേ? പൊളി സാധനം അല്ലേ? സൂപ്പറായിട്ടുണ്ട്. എല്ലാ സാധനം ഇതിനകത്ത് മിക്സ് ആയിട്ടുണ്ട്. ഗൈസ്, ഇതാണ് ഹലപ്പീനോ. ഇത് നമ്മുടെ നാട്ടിലുണ്ടോ ഹലപ്പീനോ? ജലപ്പീനോ എന്നും പറയും, ഹലപ്പീനോ എന്നും പറയും. മലയാളികൾ സാധാരണ ജലപ്പീനോ എന്നാണ് പറയുന്നത്. പക്ഷെ നല്ല എരി കേട്ടോ ഇതാണ്. ഞാനുണ്ടോ, ഇത് ഈ മെക്സിക്കന്മാരുണ്ടല്ലോ, സ്പാനിഷുകാർ, ഇവരൊക്കെ സാധാരണ എരിവുണ്ടല്ലേ? വെള്ളം വേണോ? മെക്സിക്കോള നമുക്ക് മുടിയൊക്കെ ഉണ്ടായിരുന്നു, ഇങ്ങനെ എങ്ങനെ ആട്ടാറും അതില്ല. റോണിയും ഞാനിപ്പോൾ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് വന്നോളൂ, ജിമ്മിലായിരുന്നു. ഗായ്സ്, ലുക്ക് അറ്റ് ദിസ്. ഇത് ഓൾമോസ്റ്റ് തീർക്കാറായി. ഇനി അടുത്ത സംഭവത്തിലോട്ട് നമുക്ക് ഇറങ്ങണം. അതിനായിട്ട് മുമ്പ് റോഡി ഇഷ്ടപ്പെട്ടു അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ അല്ലേ? ഹെവി ആയില്ലേ? ഇനി കിടക്കണോ, എന്തൊക്കെ കഴിക്കാനുണ്ട്. ഏതായാലും ചിലവാ. ഇനിയിപ്പോ കഴിച്ചു കളയാം അല്ലേ? ഓക്കെ, അതെ. ഇനിയിപ്പോൾ അടുത്ത ഇതിലോട്ട് പോകാൻ പോവാം. ഇതിൻ്റെ ഇതിനകത്തുള്ള ബ്രോത്ത് ഉണ്ട്, നല്ല അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് അടുത്ത ഇതിലോട്ട് പോവാം. ഓക്കെ,
ഇത് നോക്കിയത് എന്തൊക്കെ സാധനങ്ങളാണ്. ഫ്രൂട്ട്സൊക്കെ എന്നാ അടിപൊളിയാണ്. അവരുടെയൊക്കെ ഈ പഴം കണ്ടോ, അത് പഴം ഇങ്ങനെ ചീഞ്ഞിട്ട് പോലും ഇല്ല. ലൈക്ക് എല്ലാം നല്ല വെള്ള കളറിൽ തന്നെ ഇരിക്കണം. അതല്ല എഗ് പുഡിങ്, ക്രീം പഫ്, കേക്ക്, ഡെസർട്ട് അത് ഒരു കേക്ക്, ബട്ടർഫ്ലൈ കുക്കി, എന്തൊക്കെയാണ്, പൈനാപ്പിൾ സ്റ്റാർ കേക്ക്, അത് ചോളം, ഇത് പിന്നെ കക്കയുടെ റാബ്, ചോളം വേണ്ടതേ, ബാർബിക്യൂ ചിക്കൻ, ടെറിയാക്കി ചിക്കൻ ഒക്കെ നല്ല ഫ്രഷ് പോലെ ഉണ്ട്. ഒരു ബാർബിക്യൂ ചിക്കൻ. നീ ചോളം എടുത്തല്ലേ? ചോളൊക്കെ പിന്നെ പാസ്റ്റ, അതുണ്ടോ, ഷ്രിമ്പ് പാസ്റ്റ, സലാഡ്, ഷ്രിമ്പ് ഓവർ റൈസ്, ലെമൺ, മുട്ട, പച്ചസമ്പ, റോഷമ്പ, ഇതൊക്കെ സലാഡുകളുണ്ടാവും. നല്ല കിടക്കാച്ചി മെനുവാണ്. ഇതൊക്കെ കുക്ക്ഡ് ഷ്രിമ്പാട്ടോ, ഷ്രിമ്പ് വിത്ത് വെജിറ്റബിൾ, കക്ക, പൊട്ടാറ്റോ, ഇത് മറ്റേ സ്റ്റീംഡ് ബ്രോക്കളിയൊക്കെ നല്ലതാണ്. നല്ല നമുക്ക് നല്ല പച്ചിരിക്കുന്നുണ്ട് ബ്രോക്കലി. ഒരെണ്ണം കഴിക്കാം അല്ലേ? നല്ലതല്ലേ? ഇതെന്തോ ചിക്കൻ? ചിക്കൻ. ഇത് മംഗോളിയൻ പോർക്ക്. എന്തൊക്കെയാണ് മംഗോളിയൻ പോർക്ക്, ഹൗസ് ചിക്കൻ. അവർ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയതാണെന്നോ ഹൗസ് ചിക്കൻ ആണോ? ഹൗസ് ചിക്കൻ എന്ന് പറയുന്നത്. ഓരോന്ന് ട്രൈ ചെയ്യാം, ടേസ്റ്റ് ചെയ്യാം. ഈ സാധനം സൂപ്പർ സാധനം കേട്ടോ, ബ്ലാക്ക് പെപ്പർ ചിക്കൻ എന്ന് പറയുന്ന സാധനം. ഇത് അടിപൊളി ടേസ്റ്റ് തന്നെ. എടുക്കട്ടെ. എന്നിട്ട് ഇതൊരു 2 എടുക്കാം. നല്ല ക്രഞ്ചിയാണ്. ഇതിപ്പോൾ എല്ലാ സാധനവും ഈ ബ്ലാക്ക് പെപ്പർ ചിക്കൻ അത് സൂപ്പർ സാധനം കേട്ടോ. അതെ, സൂപ്പ്, വേറെ ടൈപ്പ് സൂപ്പ്, ഹോട്ട് ആൻഡ് സവർ സൂപ്പ്, പിസ്സ, നൂഡിൽസ്. പിസ്സ ഒരെണ്ണം നോക്കിയാലോ? ഞാനെന്താ ചെയ്യാന്നറിയോ, ഈ പിസ്സയാണ് ഞാൻ ഫുൾ പിസ്സ കഴിക്കത്തില്ല. ഞാൻ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ സൂഷി ഉണ്ട്, സൂഷിക്ക് പോകാൻ. അതെ ഇതങ്ങ് എടുത്ത് നമുക്ക് കഴിക്കാം. ഇത് കൊള്ളാം. ഇതൊക്കെ എല്ലാ സാധനവും ഉണ്ട് അതിനകത്ത്. ഫ്രൈഡ് ചിക്കൻ, എഗ് റോള്, ഇത് ചിക്കനാണ് സ്റ്റിക്ക്. അത് വേണ്ട, വയറ് നിറഞ്ഞു, ഇപ്പോഴേ നിറഞ്ഞു. ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഇങ്ങനെ കിടക്കുക. ഐസ്ക്രീമാണ്, ഐസ്ക്രീം എൻ്റെ ഫോണിൽ. അപ്പോൾ നമ്മൾ തിരിച്ച് വരും, തിരിച്ച് വന്നാൽ നമുക്ക് ഐസ്ക്രീമൊക്കെ കഴിക്കാം. നോക്കാം കേട്ടോ. എങ്ങനെയുണ്ട് ചിക്കൻ? അടിപൊളിയല്ലേ? അപ്പോൾ അവന് അവിടെ ഉണ്ടാക്കിയ ചിക്കനാണ്. ചെറിയാക്കി ചിക്കൻ. സൂപ്പറുണ്ട്. പെപ്പർ ചിക്കൻ പെപ്പർ ചിക്കൻ നല്ലതാണല്ലേ? മധുരം, പക്ഷെ മധുരം കുഴപ്പമില്ല. എരിയൊക്കെ മിക്സ് ആകുമ്പോൾ നല്ലതാണ്. ഇതാണ് ബർബൻ ചിക്കനാണ്. ബാർബിക്യൂ ചിക്കൻ, പ്രോട്ടീൻ, ബാർബിക്യൂ. വർക്കൗട്ട് കഴിഞ്ഞിട്ട് പ്രോട്ടീൻ ഇൻടേക്കാണത്. ഇത് മസ്റ്റാണ് ഫോർ മസിൽ മാസ്, മസിൽ ബിൽഡിങ്. നമ്മളങ്ങനെ വലിയ ഹെവി ലിഫ്റ്റിംഗ് ഒന്നുമില്ല. ഒരു 235 പൗണ്ട്, 500 kg, അത്ര ഒന്നുമില്ല. എന്നാലും നമ്മൾ ആ മസിലൊക്കെ നമ്മൾ അങ്ങനെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫുഡൊക്കെ കഴിക്കുന്നത്. മാത്രമല്ല ഞങ്ങൾക്ക് അങ്ങനെ വലിയ വിഷമൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല, ആർത്തിയൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. പിന്നെ ഇതൊക്കെ കഴിച്ചേ പറ്റൂ എന്നുള്ളതാണ് ഞാൻ അതിൻ്റെ വാസ്തവം അല്ലേ? അതെ ഗൈസ്, ഇനി നമുക്ക് സൂഷി നോക്കണം. ഞാൻ പറഞ്ഞില്ലായിരുന്നു പിസ്സ ഞാൻ എടുത്തു. അതിൽ ഞാൻ പിസ്സ കഴിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, എനിക്ക് ഈ പ്രോട്ടീനാണ് കൂടുതൽ എനിക്ക് താല്പര്യം. അത് കാരണം ഞാൻ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ, ഇതാണ് ഇങ്ങനെ എടുത്തിട്ട് മുകളിലത്തെ ഭാഗം മാത്രം എടുക്കും. ചീസും അതിൻ്റെ പെപ്പറോണിയും ഞാൻ മാത്രം കഴിക്കും. ഇത് ബാക്കിയുള്ളത് ഇത് മുഴുവൻ കാർബോഹൈഡ്രേറ്റ് ആണ്. വെറുതെ ഒരു ആവശ്യമില്ലാണ്ടാണ് ഉള്ളത്.
അത് കാര്യമില്ല. പിന്നെ ഈ ബ്രോക്കലി നല്ലതാണ്. ബ്രോക്കലി മാത്രമാണ് ബാക്കി ഞാൻ ഓൾമോസ്റ്റ് വെച്ചത്. ഇതൊന്ന് നോക്കാം നമുക്ക്. എന്തെങ്കിലും ഹെൽത്തി ആയിട്ട് കഴിക്കണ്ടേ. ഓക്കെ, ഹിയർ ഗോസ്. കൊള്ളാലോ, കൊള്ളാം. ഫിനിഷ്. നമുക്ക് സൂഷിയിലോട്ട് പോകാം അല്ലേ? നമുക്ക് സൂഷിയിലോട്ട് പോകാം. ഓക്കെ, പല ടൈപ്പ് സൂഷിയാണ്. ഇത് ജപ്പാൻകാരുടെ മെയിൻ സാധനമാണ്. അത് ഫ്രൈഡ് ആയിട്ടുള്ള സൂഷി, ഡീപ് ഫ്രൈഡ് സൂഷി, ന്യൂയോർക്ക് റോള്, ഹാപ്പി റോള്, സാൽമൺ വെച്ചിട്ടുള്ള റോള്, ടൂണയുടെ റോള്, അങ്ങനെയുള്ള സകല സാധനങ്ങളുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ റോഡിന് ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. വാട്ടർമെലൻ, മെലൻ, മാങ്ങ വരെ ഉണ്ട് ഗൈസ്. നോക്ക്, മാങ്ങാപ്പുളു ഇതുണ്ടതേ, മാങ്ങ വരെ ഉണ്ട്. അത് നമുക്ക് നോക്കാം. ഇതൊക്കെ ഓരോ സാലഡിന് ഇതുണ്ട്. ഇത് മുട്ടയാണ്. മുട്ട അവരിങ്ങനെ സ്പൈസൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ മുട്ട വെച്ചെടുക്കുകയാണ്. കൊള്ളാട്ടോ. നമുക്കിനി ഫ്രൂട്ട്സിലോട്ട് പോവാം. വാട്ടർമെലനാണ് നമ്മുടെ വൺ ഓഫ് മൈ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് വാട്ടർമെലൻ. ഏറ്റവും ഇതുണ്ടോ, നല്ലൊരു പീസാണ്. ഇതുണ്ടോ, വാ, അടിപൊളി വാട്ടർമെലനാണ്. അതുപോലെ ഇവിടെ അമേരിക്കയിൽ ആൾക്കാർ പറയുന്നതാണ് കേട്ടോ, ഇത് ഇവിടുത്തെ കറമ്പന്മാർക്കാണ് വാട്ടർമെലൻ ഭയങ്കര താല്പര്യമാണ്. അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അവർ വാട്ടർമെലനും ഫ്രൈഡ് ചിക്കനും അതാണ് അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം അമേരിക്കത്തുള്ള കറമ്പന്മാർക്ക്. ഇതാണ് നമുക്ക് മാങ്ങ. അതാണ് അടിപൊളി മാങ്ങ. എത്ര വേണമെങ്കിലും എടുത്ത് നമുക്ക് കഴിക്കാം. ഹണി ഡ്യൂ എന്ന് പറയും. ഇത് നോക്കാം. എനിവേ, അങ്ങനെ ഇത് നമുക്ക് അടിക്കാൻ പോവാം. ഓണി അടിച്ചോണ്ടിരിക്കുകയാണ്. അതെ, മാങ്ങയും വയ്യ. ഇതുണ്ടോ ഗൈസ്, മാങ്ങ, വാട്ടർമെലൻ. എങ്ങനെയുണ്ട് മാങ്ങ? നല്ലതാണോ? വേണ്ടല്ലേ? വാട്ടർമെലൻ ആട്ടോ. അയ്യോ, എന്നാ വലിയ ഇതാ. കിടുക്കാച്ചി വാട്ടർമെലൻ ആട്ടോ. ഇവിടെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇവിടെ അമേരിക്കയിൽ കറമ്പം 3 പീസിൻ്റെ ആവശ്യമില്ല. നീ എടുത്തോ, ഒരെണ്ണെടുത്തോ. അതിൻ്റെ ഇടയ്ക്ക് ഞാനിവിടെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക, റോഡിനെ ഇവിടെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഈ വാട്ടർമെലൻ ഉണ്ടല്ലോ, അമേരിക്കയിൽ കറമ്പന്മാർക്ക് പറഞ്ഞാൽ വാട്ടർമെലൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വീക്ക്നെസ്സാണ്. വാട്ടർമെലനും ഫ്രൈഡ് ചിക്കനും എനിക്കറിയോ. വാട്ടർമെലനും ഫ്രൈഡ് ചിക്കനും ഏത് ഇവൻറ്റിലും ഏത് പരിപാടിക്ക് പോയാലും കറമ്പന്മാർക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമാണ്. എനിക്കും ഈ പറഞ്ഞ പോലെ അങ്ങനെയാണ് ഞാനൊരു കറമ്പനാണ് എന്ന് പറഞ്ഞാൽ ഈ വാട്ടർമെലൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ഓണിത് ഇങ്ങനെ കടിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്തത് അത് ഹണി ഡ്യൂ. ഹണി പോലെ ഉണ്ടോ, തേന് പോലെ ഉണ്ടോ? ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്യട്ടെ. ഞാൻ കുറച്ച് അടിപൊളി. എന്നാ മധുര, എന്നാ ജ്യൂസാ. പുളിയല്ല, ഇത് ആ ടേസ്റ്റും കൊണ്ട്. അത് ബാബ് മാങ്ങ നമുക്ക് നോക്കാം. മാങ്ങ നല്ല ഓറഞ്ച് പോലെ മാങ്ങ. കുഴപ്പമില്ല. മധുരം കുറച്ചിനും വേണമെന്ന് ഞാൻ, പക്ഷെ കുഴപ്പമില്ല. നാരങ്ങ സൂപ്പറാട്ടോ ഇവിടുത്തെ. ഓറഞ്ച് അതെ, മധുരം കുറവാണ്, എന്നാലും കുഴപ്പമില്ല. ഹണി ഡ്യൂ നോക്കാം. ഇതാ പോകും ഹണി ഡ്യൂ. ശരിക്കും ഹണി പോലെയുണ്ട്, നല്ല മധുരം. അതാവേ ഗൈസ്, എൻ്റെ ബാറ്ററി തീർന്നു പോയി. കാരണം റോണിയുടെ ഫോണാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇനി റോണിയുടെ ബാറ്ററിയും തീരാറായി. അത് കാരണം ഗൈസ് നമുക്ക് അടുത്ത പ്രാവശ്യം ഗൈസ് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ബെൽ ബട്ടൺ അടിക്കുക, പിന്നെ ഫോളോ ചെയ്യുക, പിന്നെ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക മുഴുവൻ ചെയ്തു. ബിക്കോസ് ഇനി ഓരോ ദിവസം പുതിയ വെറൈറ്റി സാധനങ്ങളായിരിക്കും നിങ്ങളുടെ അടുത്ത് കൊണ്ടുവരുന്നത്. എൻ്റെ ജീവിതം, എൻ്റെയും എൻ്റെ കൂട്ടുകാരുടെയും എൻ്റെ ഫാമിലിയുടെ ഒക്കെ, റോണിയുടെ ഫാമിലിയുടെ ഒക്കെ, ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതം, അമേരിക്കയിൽ താമസിക്കുന്നവർ
ഇങ്ങനെയാണ് ജീവിക്കുന്നത് എന്നുള്ളത് നമുക്ക് അങ്ങനെ കാണാം ഓരോ കാര്യങ്ങൾ കാഴ്ചകൾ. അത് കാരണം ഗൈസ് അടുത്ത പ്രാവശ്യം till next time ബൈ. ജിജോമോൻ വ്ളോഗ്സ്. ഗൈസ് ഭയങ്കര ഫില്ലിംഗ് ആക്കി. ഇതാണ് ഗോൾഡൻ ആപ്പിൾ എന്ന് പറഞ്ഞ കടയാണ്. അക്കാന്റെ ജോർജിയിലുള്ളതാണ്. ഇതവരുടെ ഒരു തീമാണ്. ഒരു ഒരു എലി എന്നുള്ള ഈ കടയിൽ മുഴുവൻ എലിയാന്ന് പറഞ്ഞ റോബർട്ട് ഉണ്ടല്ലേ? ഉണ്ടായിരിക്കും. ഗൈസ് നിങ്ങൾക്ക് അറിയാൻ പറ്റുമെങ്കിൽ കമന്റിൽ നിങ്ങൾ ഇടുക.